ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഷീറ്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ഡാറ്റാസ് ആണ് കാണിക്കുന്നത്. ഒന്ന് വീക്ക് ഡേയ്സിൽ വരുന്ന മൺഡേ ടു സൺഡേ എന്നുള്ള ഡേയ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ എന്തൊക്കെയാണ് നമ്മളുടെ ടോപ്പിക്സ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ് എനിക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ എന്തിനാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് യൂസിനായിട്ട് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി ഡാറ്റാസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. ഒരു പേര് അല്ലെങ്കിൽ ഒരു മെയിൽ ID, അത് ചിലപ്പോൾ ഫോൺ നമ്പർ ആകാം, അല്ലെങ്കിൽ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ എത്ര കുട്ടികൾ ഫീസ് പെൻഡിങ് ഉണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പേരിൽ വരുന്ന ഒത്തിരി കുട്ടികളുണ്ടാകും അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ലാർജ് ഡാറ്റാസ് ആണെങ്കിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡാറ്റനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡാറ്റനെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് Ctrl+F ആണ്. Ctrl+F എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഡയലോഗ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നത് മൺഡേ എന്നാണ് കേട്ടോ. എനിക്ക് മൺഡേ എന്നുള്ളൊരു വേർഡാണ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കും. ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഫ്രൈഡേയിലല്ലേ ഇത് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഈ പോയിന്റ് ചെയ്തത് നേരെ മൺഡേയിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയിന്റർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, മൺഡേയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റേനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. Ctrl+F എന്നുള്ള കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് എനിക്ക് റീപ്ലേസ് ചെയ്യണം. എനിക്ക് ഈ തന്നിരിക്കുന്ന ഈ ഡാറ്റാസിൽ ഏതെങ്കിലും ഒരു വേർഡ് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ സ്കൂൾ ഡാറ്റ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ നമ്പർ ചിലപ്പോൾ അവർ ചേഞ്ച് ചെയ്യും, ചില സിം കാർഡ്സ് കട്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും, പുതിയ നമ്പർ നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെ പുതിയ നമ്പർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കും. ഇനി അതല്ല, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഡാറ്റയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വേർഡിനെ റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊരു വേർഡിനെ റീപ്ലേസ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഞാൻ Ctrl+H എന്ന് കൊടുക്കുന്നു. എനിക്ക് Ctrl+H കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, മൺഡേ എന്നുള്ള ഫൈൻഡ് വാട്ട്, എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മൺഡേ എന്നുള്ള വാക്കാണ്. ആൻഡ് ആ ഒരു മൺഡേ എന്ന് പറയുന്ന വാക്ക് ഏതൊരു വാക്കുമായിട്ടാണ് എനിക്ക്, അല്ലെങ്കിൽ ഏതൊരു വേർഡായിട്ടാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡായിട്ടാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ റീപ്ലേസ് എന്ന് കൊടുക്കുക. റീപ്ലേസ് എന്ന് കൊടുത്തതിന് ശേഷം ക്ലോസ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് മൺഡേ എന്നുള്ള ആ ഒരു വേർഡ് റീപ്ലേസ് ആയിട്ട് എന്തായി മാറിയിട്ടുണ്ട്, ആപ്പിൾ എന്നുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇനി ഇത് വേണം എന്നുണ്ടെങ്കിൽ തിരിച്ചു മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ Ctrl+H എന്ന് കൊടുക്കുന്നു. Ctrl+H എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ആപ്പിൾ എന്നുള്ള ഭാഗത്ത് എനിക്ക് വീണ്ടും മൺഡേ എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കുന്നു. ആൻഡ് അത് മാറ്റിയിട്ട് എന്ത് കൊടുക്കുകയാണ്, മൺഡേ എന്ന് തന്നെ കൊടുക്കുകയാണ്. റീപ്ലേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറിയിട്ടുണ്ട്, ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതല്ല, എനിക്ക് വേറെ ഒരു ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. വേർഡ് മാത്രം, ലെറ്റർ മാത്രം റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. വൈ എന്ന് പറയുന്ന ലെറ്ററിനെ എനിക്ക് G ആയിട്ട് അല്ലെങ്കിൽ F ആയിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം മൺഡേയിൽ വന്നിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, റീപ്ലേസ് ആയിട്ടുള്ളത്. എനിക്ക് റീപ്ലേസ് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം എന്താവുന്നുണ്ട്, ഇവിടെ മൊത്തം ഈ കാണിച്ച മൊത്തം ഡാറ്റാസിൻ്റെ വൈ എന്ന് പറയുന്നത്, അതായത് എൻഡ് ലെറ്റർ എന്തായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട്, F ആയിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ച് മാറ്റിയിട്ട് വൈ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വൈ എന്ന് കൊടുക്കുന്നു, ഇവിടെ F എന്ന് കൊടുക്കുന്നു, ആൻഡ് റീപ്ലേസ് ഓൾ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ആക്ച്വൽ ഡാറ്റ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സെല്ല് ഓവർറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത സമയത്ത് വൈനെ F ആയിട്ട് റീപ്ലേസ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും Fനെ Y ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇവിടെ നമുക്ക് ആക്ച്വൽ ഡാറ്റാസ് കിട്ടിയെങ്കിലും നമ്മളുടെ ഈ ഒരു മൊത്തം ഷീറ്റിലുണ്ടായിരുന്ന ഡാറ്റാസ് റീപ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഫൈൻഡ് എന്നുള്ള ഭാഗത്ത് Fനെ റീപ്ലേസ് ചെയ്ത് Y എന്ന് കൊടുത്ത സമയത്ത് ഇവിടെ എന്തായിട്ടുണ്ട്, Y എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സെല്ല് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് മൗസ് എവിടെ പ്ലേസ് ചെയ്യണം, ഏതൊരു ഡാറ്റനെയാണോ അല്ലെങ്കിൽ ഏതൊരു സെല്ലിലുള്ള കോണ്ടന്റിനെയാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന്
പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ F2 എന്നുള്ള കീ പ്രസ് ചെയ്യുക. F2 എന്ന് പ്രസ് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെറ്റർ മാത്രമാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ഭാഗത്തോട്ട് നമ്മളുടെ കേഴ്സറിനെ കീബോർഡ് വെച്ചിട്ടോ മൗസ് വെച്ചിട്ടോ മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവുന്നതാണ്, എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഫോർമുല എന്നുള്ളതൊക്കെ Y ആയിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട് അല്ലേ. ഇനി ഇതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഞാൻ ഏതൊരു സെൽ കോണ്ടന്റ് ആണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു സെൽ കോണ്ടന്റിൻ്റെ അവിടെ സെല്ലിൻ്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മൗസ് പോയിന്റ് വരുന്നതാണ് കേട്ടോ. ഓക്കെ, മൗസ് പോയിന്റ് വന്നതിന് ശേഷം എനിക്ക് റീപ്ലേസ് ചെയ്യാം, Y F ആയിട്ട് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഓവർ റൈറ്റിംഗ് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ലിൽ വരുന്ന കോണ്ടന്റിനെ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഇനി ഓവർ റൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓവർ റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഈ ഒരു സെല്ലിൽ ഒരു ഡാറ്റ വരുന്നുണ്ട്, മൺഡേ എന്ന് പറയുന്ന ഒരു ഡാറ്റ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ മൗസ് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ആ ഒരു ഡാറ്റ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ആയിട്ടുണ്ട്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടില്ല, സിംഗിൾ ക്ലിക്കിലൂടെയാണ് ഞാൻ ആ ഒരു ഡാറ്റനെ ഓവർ റൈറ്റ് ചെയ്തത്. അതായത് ആ ഒരു ഡാറ്റ റീപ്ലേസ് ആയി എന്ത് വന്നിട്ടുണ്ട്, ഓറഞ്ച് എന്ന് വന്നിട്ടുണ്ട്. ഇനി എനിക്കിത് വേണം എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ മൺഡേ എന്നാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓവർ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു സെല്ലിലുള്ള ഡാറ്റ അല്ലെങ്കിൽ കോണ്ടന്റിനെ എഡിറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫങ്ഷൻസും ഫോർമുലാസും എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ സെറ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 10, 20, 30, 40 എന്ന് പറഞ്ഞ് ഒരു 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ സമ്മ് കാണണം. ഇതിൻ്റെ സമ്മ് കാണണം എന്നാണെങ്കിൽ എനിക്ക് ആദ്യം ഇത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സെല്ലിൽ വെക്കുന്നു. വെച്ചതിന് ശേഷം ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ഒന്നെങ്കിൽ മൗസ് പോയിന്റ് എടുത്തതിന് ശേഷം നേരെ ഏത് സെല്ലിലോട്ടാണോ നമുക്ക് പോയിന്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിലോട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ല എന്നാണെങ്കിൽ ഡൗൺ ആരോ കീ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഓട്ടോ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴേക്കും എനിക്കിവിടെ സമ്മ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ എനിക്ക് വേറൊരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സമ്മ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. എനിക്ക് വേണ്ട ആ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. റേഞ്ച് ഓഫ് നമ്പേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവിടെ സമ്മ് കിട്ടുന്നുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡോട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഏത് സെല്ലിലാണ് ഇരിക്കുന്നത്, ലൈക്ക് ഐ മീൻ ഏത് കോളത്തിലാണ് വരുന്നത്, ഇ എന്ന് പറയുന്ന കോളത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്ന കോളത്തിൽ വരുന്നുണ്ട്. ഇത് വരുന്നത് E11, E12, E13, E14 ഇങ്ങനെ 4 സെൽസിലായിട്ടാണ് വരുന്നത്. നമ്മൾ നെയിം ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് ഇരിക്കുന്ന സെൽസ് നോക്കിയിട്ട്, അതായത് അവരുടെ സെൽ നെയിം അല്ലെങ്കിൽ നെയിം ബോക്സ് നോക്കിയിട്ട് അവരുടെ ഫോർമുലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഐ മീൻ ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഫോർമുല എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇ എന്ന് പറയുന്ന കോളത്തിലാണ് വരുന്നത്. 11, 12, 13, 14 എന്ന് പറയുന്ന റോസിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നെയിം ബോക്സ് അല്ലെങ്കിൽ നെയിം ബോക്സിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. E11, E12 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു കൊടുക്കൽ മസ്റ്റാണ്. നമ്മൾ ഈക്വൽ ടു വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. അതിനുശേഷം E11 എന്ന് പറയുന്നത് സെലക്ട് ആയല്ലോ. ഇപ്പോൾ പ്ലസ് E12 പ്ലസ് E13 പ്ലസ് E14. ഓക്കെ, ഇങ്ങനെ ഫോർമുല ജനറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോർമുലാസും ഫങ്ഷൻസും എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺഡു റീഡു എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തരത്തിലാണ് അൺഡു റീഡു ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൗസ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്.
കേട്ടോ. ഓക്കെ, നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ അൺഡു ചെയ്യുമ്പോൾ കൺട്രോൾ ഇസഡും, റീഡു ചെയ്യാനായിട്ട് കൺട്രോൾ വൈ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കീസ് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഓൾട്ടർനേറ്റീവ് വേ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ 2 കേർവ് ആരോസ് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ലൈക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഹലോ വേൾഡ് എന്ന് പറയുന്ന ഓപ്ഷന് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഓപ്ഷൻ വേണ്ട എന്ന് തോന്നുകയാണ്. ഐ മീൻ ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം എനിക്ക് ഇറേസ് ചെയ്യണം. ഓക്കെ, ഇറേസ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കൺട്രോൾ ഇസഡ് ഞാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇവിടെ ഇറേസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇത് വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറേസ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് ഇറേസ് ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ വേണം എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യും? കൺട്രോൾ വൈ എന്ന് കൊടുക്കും. അപ്പോൾ എനിക്കിവിടെ യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ കൺട്രോൾ ഇസഡ്, പിന്നെ എനിക്ക് തോന്നുകയാണ് വേണ്ട അത് കളയാം എന്ന് കരുതി വീണ്ടും ഞാൻ കൺട്രോൾ ഇസഡ് എന്ന് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ നമുക്കിവിടെ ഒരു കേർവ് ആയിട്ടുള്ള ലെഫ്റ്റ് ആരോയിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സ്പേസ് ഒന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കൊടുത്ത സമയത്ത് അൺഡു ചെയ്ത സമയത്ത് ആ ഒരു വേർഡ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് വാനിഷായി പോവാണ് ചെയ്യുന്നത്. ഇനി അതല്ല, ഞാൻ ആ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു കേർവ് റൈറ്റ് ആരോയിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡ് വന്നു. ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു കളർ വന്നിട്ടുണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അൺഡു റീഡു ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോട്ടോ ഫംഗ്ഷൻ ആണ്. ഗോട്ടോ ഫംഗ്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ ജി എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഒരു നെയിം ബോക്സ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് J12 എന്നുള്ളത് കൊടുക്കുകയാണ്. J12 എന്ന് കൊടുത്തപ്പോൾ റെഫറൻസിലാണ് J12 എന്ന് കൊടുത്തിട്ടുള്ളത്. കൊടുത്ത സമയത്ത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തപ്പോൾ എന്തായിട്ടുണ്ട്? ഇവിടെ ഞാൻ J12 എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? ഹലോ വേൾഡ് എന്നുള്ളതാണ്. അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഗോട്ടോ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു സെല്ലിലോട്ടോ റോയിലോട്ടോ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോട്ടോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഗോട്ടോ ഫംഗ്ഷൻ വേറൊരു തരത്തിലൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ഇവിടെ ഹോം എടുത്തതിന് ശേഷം ഹോമിൻ്റെ റിബണിൽ നമുക്ക് ഇവിടെ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ല ഫംഗ്ഷൻസ് ഒക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോർമുലാസ് ഒക്കെ സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ഗോട്ടോ ഫംഗ്ഷൻ ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ആൻഡ് സെലക്ട് യൂസ് ചെയ്യുന്നു ആൻഡ് ഫോർമുലാസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു ഫോർമുല എന്ന് പറയുന്നത് നമുക്കിവിടെ റിസൾട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്കിവിടെ ഇതിൻ്റെ ഫോർമുല ബാറിൽ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് E11 + E12 + E13 + E14 എന്ന് പറയുന്നതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇവിടെ 100 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതല്ലാതെ തന്നെ നമുക്ക് ഫൈൻഡ് ആൻഡ് സെലക്ട് എടുത്തതിന് ശേഷം ഇവിടെ കോൺസ്റ്റൻസ് ആണ് കാണിക്കേണ്ടത് എന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കോൺസ്റ്റൻസ് എന്ന് എടുക്കുക. അപ്പോൾ ഈ കാണുന്നതെല്ലാം, അതായത് ഈ സെലക്ട് ചെയ്തിട്ടുള്ളതെല്ലാം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വേണമെന്നാണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഗോ ടു സ്പെഷ്യൽ എന്നെടുത്തതിന് ശേഷം നമ്മളുടെ നീഡ് അനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇവിടെ ഈ കാണുന്ന ഓപ്ഷൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോസ് ഫോർമാറ്റ് ചെയ്യുന്നത്, കോളംസ് ഫോർമാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്